Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on My Tips. വൈറ്റ് ടിപ്സ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ യുവജനങ്ങൾ പല രീതിയിലുള്ള വെല്ലുവിളികൾ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ വെല്ലുവിളികളെ സ്വീകരിക്കാനുള്ള മനസ്സ് മിക്കവാറും യുവജനങ്ങളിലുണ്ട്. ആ വെല്ലുവിളികളൊക്കെ അവർ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ അത് അവരുടെ വളർച്ചയ്ക്ക് മുഖാന്തരമാകും, ചിലപ്പോൾ അവരുടെ തളർച്ചയ്ക്ക് മുഖാന്തരമായി മാറാം. അങ്ങനെയുള്ള പല വെല്ലുവിളികളാണ് ഇന്ന് സമൂഹത്തിൽ നമ്മുടെ യുവജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ ചർച്ചയ്ക്കായിട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മിക്കവാറും കുഞ്ഞുങ്ങൾ ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഇൻ്റർനെറ്റ് ഗെയിംസ്, മൊബൈൽ ഗെയിംസ്, ഇങ്ങനെയുള്ള പല കളികൾ കളിക്കുന്നവരും അതിന് അടിമകളായി തീർന്നിട്ടുള്ളവരുമുണ്ട്. ഇങ്ങനെയുള്ള ഈ നെറ്റ് ഗെയിംസ് അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസ് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിലൂടെ ഉരുത്തിരിയണമെന്ന് ആഗ്രഹിക്കുന്നത്. Mr. Jiju Varghese, motivation speaker, trainer and radio jockey. Mr. Gautam Suresh, CEO and Creative Director, Arkwin Studio Private Limited. Project Director, Stunt Bike Freestyle. Mrs. Anita Chinnu, Department of English, St. Thomas College, Ramni. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center, Ernakulam. St. Thomas College, Ramni. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാനായിട്ട് പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹം വിളിച്ചിറക്കി അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ മോൻ്റെ പേരുമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് മോനെ എന്താ ചെയ്യായിരുന്നു എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു ഞാൻ കളിക്കുകയായിരുന്നെന്ന് പറഞ്ഞു. എന്തോ കളിച്ചതെന്ന് ചോദിച്ചാണ് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുകയായിരുന്നു പറഞ്ഞു. ഓ, ഫുട്ബോൾ കളിച്ച് ക്ഷീണിച്ചായിരിക്കുമല്ലോ വന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഈ കളിയിൽ മോൻ്റെ പൊസിഷൻ ഏതാ? ഫോർവേഡ് ആണോ, ഗോളി ആണോ, അതോ മറ്റേതെങ്കിലും പൊസിഷനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അവിടെ ഇരുന്നോട്ട് ചിരിക്കാൻ തുടങ്ങി. ഈ ചിരി കണ്ടോണ്ട് അവൻ്റെ ഫാദറും കൂടെ കുറച്ച് നേരം ചിരിച്ചിട്ട് ഫാദർ എന്നോട് പറഞ്ഞു, അച്ഛാ അവൻ കളിച്ചത് ഈ ഫുട്ബോള് ഈ ഫീൽഡിലെങ്ങും പോയല്ല കളിച്ചത്, അവൻ കമ്പ്യൂട്ടറിനകത്താണ് കളിച്ചത്. അത് കേട്ടപ്പോൾ എനിക്കും അങ്ങ് ചിരി വന്നു. ഒരു കാലത്ത് ഫീൽഡിലിറങ്ങി കൂട്ടുകാരോട് ചേർന്ന് ഒരുമിച്ച് കളിച്ചിരുന്ന ഫുട്ബോൾ ഗെയിം ഇന്ന് അവൻ തന്നെ ഇരുന്ന് കമ്പ്യൂട്ടറിനകത്ത് കളിക്കുക. അപ്പം നമുക്ക് ഇഷ്ടം പോലെ ആഗ്രഹമുള്ള ഏത് കളിയും വീട്ടിലിരുന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ കളിപ്പാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ഇന്ന് വെളിയിലെങ്ങും പോകേണ്ട ആവശ്യമില്ല, മറ്റു കൂട്ടുകാരുടെ കൂടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല.
നമുക്ക് തന്നെ ഇരുന്ന് നമ്മുടെ ഗെയിമൊക്കെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. യുവജനങ്ങൾ, പ്രത്യേകിച്ച് കൗമാരക്കാരൊക്കെ ഇന്ന് കൂടുതലായിട്ടും ഇതുപോലെയുള്ള കളികളിൽ കൂടുതൽ ആകൃഷ്ടരാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എനിക്കൊരു ചോദ്യമുള്ളത്, നിങ്ങളൊക്കെ ഇതേ രീതിയിലുള്ള കളികളൊക്കെ കളിക്കുന്നവരാണോ? കളിച്ചിട്ടുണ്ടല്ലേ? മൊബൈൽ ഗെയിം ഇതേ കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ കമ്പ്യൂട്ടർ ഗെയിം എന്താണ്, മൊബൈൽ ഗെയിം എന്താണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം എന്നാണ് ഞാൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്പ്യൂട്ടർ ഗെയിം ഏതാണെന്ന് പറയാമോ? എല്ലാം ഇഷ്ടമാണ് അല്ലേ? പ്രത്യേകിച്ച് ഒരെണ്ണം ഇഷ്ടമല്ല അല്ലേ? എല്ലാം ഇഷ്ടമാണ്. ഓക്കെ. അതെ, നിങ്ങൾ ഈ വെളിയിൽ പോയി കൂട്ടുകാരോടൊത്ത് ഫീൽഡിലൊക്കെ കളിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം, അതോ ഈ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നതാണോ? ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? പുറത്തുപോയി കൂട്ടുകാരോട് കളിക്കുന്നതാണോ ഇദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം? ആണോ? പോയി കളിക്കാറുണ്ടോ? കളിക്കാറുണ്ട്. എന്തോ ഗെയിമാണ് ഇദ്ദേഹം കളിക്കുന്നത്? ക്രിക്കറ്റ് കളിക്കാറുണ്ട് അല്ലേ? അത് ഈ ഇതിനകത്ത് കിട്ടുമോ, ഈ കമ്പ്യൂട്ടറിനകത്ത് കിട്ടുമോ ക്രിക്കറ്റ് ഗെയിം? മൊബൈലിലൊക്കെ കിട്ടാറുണ്ട് അല്ലേ? എങ്കിലും വെളിയിൽ പോയി കളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞല്ലേ? അതെ, ഇന്ന് വെളിയിൽ പോയി കളിക്കുന്ന സൗകര്യം ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്നത് വീട്ടിനകത്തിരുന്ന് ഇത് കളിക്കുന്ന ഒരു രീതിയാണ്. അതാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ കമ്പ്യൂട്ടർ ഗെയിം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള പല ആളുകളും ഇന്ന് നമ്മെ സഹായിപ്പാനായിട്ട് വന്നിട്ടുണ്ട്. ഗൗതമാണെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഗെയിം ഒക്കെ ഉണ്ടാക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മൊബൈൽ ഗെയിം, കമ്പ്യൂട്ടർ ഗെയിം, ഇതൊക്കെ അല്ലേ? ഈ കമ്പ്യൂട്ടർ ഗെയിം, മൊബൈൽ ഗെയിം ഇതൊക്കെ എന്താണെന്നൊരു ചെറിയൊരു ബ്രീഫിങ് തരാമോ ഗൗതമേ? ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവോൾവ് ചെയ്ത് നമ്മൾ കളിക്കുന്ന ഒരു സംഭവം. കമ്പ്യൂട്ടർ ഗെയിം ആണെങ്കിലും അല്ലെങ്കിൽ ചെസ് ആണെങ്കിലും ഒരു ഗെയിമാണ്. അപ്പം നമ്മുടെ ഇൻവോൾവ്മെൻറ്റും നമ്മളുടെ ബുദ്ധിയും അതിനകത്ത് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഈ മൊബൈൽ ഗെയിംസിനകത്തും കമ്പ്യൂട്ടർ ഗെയിംസിനകത്തും ഓരോ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവർ പറയുന്ന ഗെയിമിനകത്ത് ആവശ്യപ്പെടുന്ന പോലത്തെ ഒരു പസിൽ സോൾവിങ്, അല്ലെങ്കിൽ റേസിംഗ് ആണെങ്കിൽ ഒപ്പോണൻസിനെ ബീറ്റ് ചെയ്യുക, അങ്ങനെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള കുറച്ച് ഗോൾസ് നമ്മൾ മീറ്റ് ചെയ്യണം. അതാണ് ബേസിക്കലി ഗെയിം. ഇറ്റ്സ് ബേസിക്കലി എൻ്റർടൈൻമെൻറ്റ്. മൂവി കാണുന്ന പോലല്ല, ഗെയിം ആകുമ്പോൾ നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഗെയിം കുഞ്ഞുങ്ങൾ വെളിയിൽ പോയി കളിക്കുന്നതിലും കൂടുതൽ ഇപ്പോൾ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിലും മൊബൈലും കളിക്കാനായിട്ട് പ്രേരകമാകുന്ന എന്തെങ്കിലും സംഗതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സിറ്റി ഏരിയകളിൽ വളരെ കുറവായിരിക്കും ഫുട്ബോൾ ഗ്രൗണ്ടുകളോ കളിക്കാനുള്ള സ്ഥലങ്ങളോ. ഇപ്പോൾ അവിടെ പോയാൽ തന്നെ അവിടെ പ്രൊഫഷണൽസ് ലൈക്ക് സ്കൂൾ ടീം അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ടീം ഒക്കെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യും. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് കളിക്കാൻ പറ്റാറില്ല. അതേസമയം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അതിനകത്ത് ഏത് കളി വേണമെങ്കിലും നമുക്ക് കളിക്കാം. അപ്പോൾ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അത് ഒരു സ്ക്രീനിൽ നമ്മൾ ക്രിക്കറ്റ് കളി കാണുന്ന പോലെ തന്നെ ആ കാണുന്ന ആളെ ഞാൻ എങ്ങോട്ട് അടിക്കണമെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളുടെ ബുദ്ധി അതിനകത്ത് ഉപയോഗിക്കുന്നു, നമ്മൾ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നു, കളിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നു. അപ്പം അതിനകത്ത് നമ്മുടെ ബോഡി വർക്കൗട്ട് ആവുന്നില്ല. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് വിയർക്കുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ ഇരുന്ന് മൊബൈലിലെ ഗെയിം കളിച്ചാൽ മതി. വിയർക്കണം, വർക്കൗട്ട് വേണമെന്നുള്ള ആൾക്കാർക്ക് പോയി ഫീൽഡിൽ പോയി കളിക്കാം. അതാണ് ബേസിക്കലി അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഗെയിം കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ചില കാരണങ്ങളാണ് ഗൗതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പട്ടണങ്ങളിലൊക്കെ കളിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കും. ജിജു ഈ ഫീൽഡുമായിട്ട് ജിജു കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളാണല്ലോ. ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറയാമോ? ഗൗതം പറഞ്ഞതിനോട് കൂടെ ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കൂടുതൽ ഇന്ന് വീട്ടിനുള്ളിൽ ഇങ്ങനെ അടങ്ങിയിരുന്ന് ഈ ഗെയിമൊക്കെ കളിക്കുന്നതിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാമോ? അച്ഛാ, ഈ ഗൗതം പറഞ്ഞ എല്ലാ കാര്യത്തോടും ഞാൻ ചേരുന്നുണ്ട്. എനിക്ക് ആ അഭിപ്രായത്തോടുള്ള ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ പേരൻസ് തന്നെയാണ്. ഇന്ന് മുമ്പുള്ള ജനറേഷൻ, ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തിലൊക്കെ ഞങ്ങളുടെ പേരൻസിന് ഒരു ലിമിറ്റേഷൻസ് ഇല്ലായിരുന്നു. വെളിയിൽ പോയി കളിക്കുകയോ. ഞാൻ പഠിച്ചു വളർന്ന നാഗ്പൂർ എന്ന് പറഞ്ഞൊരു പട്ടണത്തിലാണ്. അവിടെയും മുമ്പ് ഗൗതം പറഞ്ഞ പോലെ സ്കേർസിറ്റി ഓഫ് ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഞങ്ങൾ ഗല്ലി ക്രിക്കറ്റ് കളിച്ചും പ്ലാസ്റ്റിക് ബോൾ വെച്ച് ക്രിക്കറ്റ് കളിച്ചും ചെറിയ ചെറിയ ഗെയിംസൊക്കെ ആവിഷ്കരിച്ച് ഞങ്ങൾ കളിച്ച് വളരെയധികം നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ച് വളരെയധികം സൊസൈറ്റിയിലുള്ള ഡേഞ്ചേഴ്സ് സൈറ്റ് ചെയ്ത് വെച്ച് പേരൻസ് പിള്ളേരെ കൂടുതൽ വെളിവിടുവാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ
ഈ ഒരു കമ്പ്യൂട്ടർ ഗെയിമിങ്ങിന്റെ ഒരു റെലവൻസ് അവിടെ വളരെയധികം ഉയർന്നു വരുന്നു. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതിനോട് കൂടെ ചേർന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പേരൻസ് ഇന്ന് ഈ വെളിയിൽ പോയൊക്കെ കളിക്കുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ വല്ല ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇദ്ദേഹം എന്നാ പറയുന്നത്? വെക്കാറുണ്ട്, നിയന്ത്രണങ്ങൾ വെക്കാറുണ്ട്, കൂടുതൽ മാതാപിതാക്കളും വെക്കാറുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾക്ക് അങ്ങനെ വല്ല നിയന്ത്രണമുണ്ടോ? ഇദ്ദേഹത്തിന് ഒരഭിപ്രായം തോന്നി കേൾക്കട്ടെ. എൻ്റെ പേരൻസ് കുറച്ചുകൂടെ കെയറിങ് ആയതുകൊണ്ട് അധികം ദൂരേക്ക് പോകാൻ സമ്മതിക്കില്ല. പിന്നെ ഒരു ടൈം ലിമിറ്റും വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഞാൻ ഇടയ്ക്ക് ഗെയിംസ് വീട്ടിലിരുന്ന് തന്നെ കളിക്കാറുണ്ട്. പിന്നെ പറ്റുന്നിടത്തോളം വെളിയിൽ പോകാനാണ് ഞാൻ ശ്രമിക്കുക. അപ്പൊ പേരൻസിന്റെ വലിയൊരു കെയർ എന്നെ ദൂരേക്ക് വിടാതിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ വീട്ടിൽ തന്നെ ഇരുന്നുള്ള ഗെയിം കളിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. പക്ഷേ ഐ ഓൾസോ എൻജോയ് ഇറ്റ്. എനിക്കത് വളരെ സേഫ് ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ആണ് എനിക്ക് വീട്ടിൽ ഇരുന്ന് കളിക്കുന്നത് കുറച്ചുകൂടെ സേഫ് ആണ് എന്നുള്ളതാണ് അല്ലേ? അപ്പൊ സുരക്ഷിതത്വത്തിലേക്ക് ഒതുങ്ങിക്കൂടാനുള്ള വലിയൊരു വാഞ്ച ഇപ്പം മനസ്സിലുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നേ. അങ്ങനെ ആയിട്ട് തോന്നില്ല. വെളിയിലേക്ക് പോകണം, കൂട്ടുകാരായിട്ട് ഇന്ററാക്ട് ചെയ്യണം, കുറെ കളിക്കണം, പിന്നെ പേരൻസിനെ അനുസരിക്കുക, തിരിച്ചു വരിക, പിന്നെ തോന്നുന്നെങ്കിൽ വീട്ടിൽ ഇരുന്ന് കളിക്കുക. അപ്പൊ പേരൻസ് പലയിടത്തും നിയന്ത്രണങ്ങൾ വയ്ക്കുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓർത്തുകൊണ്ടാണ് അവരിങ്ങനെ നിയന്ത്രണം വയ്ക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അട്ടെ ടീച്ചറെ, ഈ സ്കൂളിലെ നിങ്ങൾ കുഞ്ഞുങ്ങളെ കളിക്കാനായിട്ടൊക്കെ വെളിയിൽ പോയി കളിക്കാനും ഒക്കെ ആയിട്ട് പ്രേരിപ്പിക്കുമോ? അതോ നിങ്ങൾ മുറിക്കകത്തിരുന്ന് കളിച്ചാൽ മതിയോ? എങ്ങനെയാ സ്കൂളിൻ്റെ നിങ്ങളുടെ ഒരു രീതി ഒന്ന് പറയാമോ? ഞങ്ങൾ കോളേജിൽ ക്ലാസ് മുറിക്കകത്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് പ്രൊഹിബിറ്റഡ് ആണ്. അപ്പം കോളേജ് ആയതുകൊണ്ട് കുട്ടികൾ പിന്നെ സ്പോർട്സ് അങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോഴാണ് ഇവർ കൂടുതൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങുന്നത്. അല്ലാത്ത അവർക്ക് അങ്ങനെ കളിക്കാനുള്ളൊരു ഫെസിലിറ്റി അങ്ങനെ ഇല്ല. പിന്നെ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷേ കോളേജിൽ അങ്ങനെ കളിക്കാനുള്ള ഫെസിലിറ്റി ഇല്ലേ? വൈകിട്ടായിരിക്കും കൂടുതൽ. ക്ലാസ് ടൈമിലല്ല. ഈ ക്ലാസ് ടൈമൊക്കെ കഴിഞ്ഞ് പണ്ടത്തെ കാലത്ത് കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്ന് കളിയിലൊക്കെ പങ്കെടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പോഴങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇല്ലേ കോളേജിൽ? നിങ്ങളുടെ ടീച്ചേഴ്സ് ഇതിനു വേണ്ടി കുഞ്ഞുങ്ങളെ ഒന്ന് പ്രേരിപ്പിക്കാറുണ്ടോ? സ്കൂള് പോലെയല്ലല്ലോ. സ്കൂളിൽ നമ്മൾ കൂടുതലും PT-ക്കൊക്കെ ഇച്ചിരിയുടെ ഇമ്പോർട്ടൻസ് കൊടുക്കും. കോളേജുകളിൽ കുട്ടികളുടെ അവരുടെ ചോയ്സ് ആണ്, അവർക്ക് സ്റ്റേ ബാക്ക് ചെയ്ത് കളിക്കണമെന്നുള്ളത്. അപ്പം സ്പോർട്സ്, ആർട്സ് അങ്ങനെയുള്ള മത്സരങ്ങൾ വരുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയുന്ന അവര് പങ്കെടുക്കാനായിട്ട്. അല്ലാതെ ഹോസ്റ്റലേഴ്സ് അങ്ങനെയുള്ളവർ സ്റ്റേ ബാക്ക് ചെയ്ത് ഗ്രൗണ്ടിൽ കളിക്കാറുണ്ട്. അപ്പം സ്കൂളിലും കോളേജുകളിലും ഒക്കെ പഴയ കാലത്തെ പോലെ ഇന്ന് കളിക്കാനുള്ള വലിയൊരു പ്രേരണ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് പറഞ്ഞതല്ലേ? അതുകൊണ്ടുകൂടെ ആയിരിക്കാം ഒരു പക്ഷം വരികയിൽ നിങ്ങൾ ഈ വീടിനുള്ളിൽ ഒതുങ്ങിയിരുന്ന് കളിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശരിയാണോ? ഇന്നത്തെ മാറിയ സമൂഹ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ മാതാപിതാക്കളും കുട്ടികളെ പുറത്തൊന്നും പോയി കളിക്കാനായിട്ട് കമ്പല് ചെയ്യാറില്ല. വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ സൈബർ ഗെയിംസിലേക്ക് അവർ ഒതുങ്ങിക്കൂടുന്നത് കൊണ്ട് മാതാപിതാക്കൾക്ക് അവരെക്കുറിച്ചുള്ള ചിന്ത ഇത്തിരി കുറയും. അങ്ങനെയാണ് കൂടുതൽ മാതാപിതാക്കളും കരുതാറുള്ളത്. അതുകൊണ്ടാണ് സൈബർ ഗെയിമിന് കൂടുതൽ വെളിയിലൊക്കെ പോയി കളിച്ച് എന്തൊക്കെ കുഴപ്പം ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഭയം ഇവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് വീട്ടിലിരുന്ന് കളിക്കുന്നതിനാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സാധാരണ പെൺകുട്ടികളൊക്കെ പണ്ടൊക്കെ സ്കൂളിലൊക്കെ കളിക്കുമായിരുന്നു, എന്നാലും കൂടുതൽ അവർ വീടുകളിലും ചുരുങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ കളിക്കുന്നത്. ഇപ്പോഴങ്ങനെയുള്ള പല റെസ്ട്രിക്ഷൻസും ഒക്കെ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ സ്കൂളുകളിലോ കോളേജുകളിലൊക്കെ കളിക്കാറുണ്ടോ? എന്തോ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കട്ടെ. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ബിക്കോസ് എല്ലാവരും ഈ കമ്പ്യൂട്ടർ ഗെയിംസ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നവരെല്ലാം മൊബൈലിൽ തന്നെയാണ്. അങ്ങനെ ഇപ്പം ഗേൾസും തമ്മിലുള്ള സംസാരങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആരും കളിക്കാനൊന്നും കൂടാറേ ഇല്ല. എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോവുക, അങ്ങനെയൊക്കെയാണ്. അപ്പം ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ വെളിയിലൊക്കെ പോയി കളിക്കുന്നതിന് അധികം താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷം വരികിൽ വീടിനുള്ളിൽ ഒതുങ്ങി ഇവർ ഈ കമ്പ്യൂട്ടർ ഗെയിം, മൊബൈൽ ഗെയിം ഇതൊക്കെ കളിക്കുന്നതെന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതി. ഗൗതമേ, ഈ കമ്പ്യൂട്ടർ ഗെയിം ആയാലും മൊബൈൽ ഗെയിം ആയാലും ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പിറകിൽ വലിയൊരു പേർപ്പസ് നമ്മൾ സാധാരണ കാണാറുണ്ട്. ഈ ഗെയിമുകളൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് എന്ത് ഗുണകരമായ അനുഭവമാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് പറയാമോ? അതിനു മുമ്പ് ഞാൻ ഇവർ സംസാരിച്ചപ്പോൾ നോട്ടീസ് ചെയ്തൊരു കാര്യം പറയുകയാണ്.
നമ്മളുടെ അറ്റ്ലീസ്റ്റ് ഇൻ ഇന്ത്യ സൊസൈറ്റിയിൽ ഇപ്പോൾ ആൾക്കാർ കൂടുതലും പിള്ളേർ പഠിക്കണമെന്ന് മാത്രമാണ് ഒരു ഇത്. അവരുടെ ദേഹം അനങ്ങി ഒന്ന് വർക്കൗട്ട് ചെയ്ത് കളിക്കണം, അത് വളരെ കുറവാണ്. കൂടുതലും പേരൻസ് മോന് ഫസ്റ്റ് റാങ്ക് കിട്ടണം, അവൻ സക്സസ്ഫുൾ ആയിരിക്കണം ലൈഫിൽ, ഹെൽത്ത് ഒരു വളരെ പ്രയോറിറ്റി കുറഞ്ഞ കാര്യമാണ് റൈറ്റ് നൗ. അപ്പം അത് കാരണം എല്ലാവരും പഠിക്കണമെന്ന് പറഞ്ഞ് ഈ പുറത്തു പോയി കളിക്കാൻ സമയം വേസ്റ്റ് ചെയ്യണ്ട, അകത്തിരുന്നോ എന്തെങ്കിലും ചെയ്തോ, ലൈക്ക് അതാണ് ഒരു കൂടുതൽ പേരൻസും ഇപ്പോൾ കാണിച്ചു വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ ഇവിടെ നമ്മൾ കണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ചോദിച്ച പോലെ പിള്ളേർക്ക് ഗെയിമിനകത്തൂടെ എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഗെയിം ഇപ്പോൾ ഫാസ്റ്റ് ബേസ് ഗെയിം ആണെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ടൈം ഇൻക്രീസ് ചെയ്യും. ഞാൻ ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഐ എൻജോയ് റൈഡിങ്. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പം ഒരാൾ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ വരുന്ന കാണാതെ എടുത്ത് ചാടിയാൽ എൻ്റെ ബ്രെയിൻ ബ്രേക്ക് പിടിക്കാനുള്ള ഒരു സിഗ്നൽ കൊടുക്കുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. ഒരു പ്രൊഫഷണൽ ലെവൽ ഗെയിമർ അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ടൂർണമെൻറ്റ് കളിച്ച ഒരു പ്ലെയറാണ്. എൻ്റെ റെസ്പോൺസ് ബാക്കിയുള്ളവരെക്കാളും മൈക്രോ സെക്കൻഡ്സ് ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, അത് ആ ട്രെയിനിങ്ങിൽ കൂടെ ഹാൻഡ് ഐ കോർഡിനേഷനും റെസ്പോൺസ് ട്രെയിനിങ്ങിൽ കൂടെ നമുക്ക് വരുന്നതാണ്. അപ്പോൾ മേ ബി ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. ഓക്കെ, സോ ഗെയിമിങ്ങിൽ കൂടെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ അധികമായ അമൃതും വിഷമാണെന്ന് പറയുന്ന പോലെ എന്തിനും ഉണ്ട് അതിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള സൈഡ്. അപ്പം നമ്മൾ മാതാപിതാക്കളായിരിക്കണം നോക്കുന്നത്, ഈ ഗെയിം കൊണ്ട് ഇവൻ എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ പുത്രൻ കളിക്കുമ്പോൾ. അപ്പോൾ ആ സംഭവം മോണിറ്റർ ചെയ്തില്ലെങ്കിൽ പേരൻസ് അവരുടെ ജോബ് ചെയ്യുന്നില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ ബുദ്ധിപരമായ വികാസത്തിന് ഈ ഗെയിം കളിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ സഹായകരമായി മാറുമോ? യെസ്, ഓഫ് കോഴ്സ്. ഒത്തിരി ഗെയിംസ് ഈ ക്യാൻഡി ക്രഷ് എന്ന് പറഞ്ഞ ഒരു ഗെയിംസ് ഉണ്ട്, അത് ഇപ്പോൾ ഒത്തിരി പേര് കളിക്കുന്നതായിരിക്കും, ഈവൻ ഗേൾസ് കളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ ഒത്തിരി പേര് കളിക്കുക. അതെന്ന് പറയുമ്പം ഒരു പാറ്റേൺ റെക്കഗ്നിഷനാണ്. ഓക്കെ, അത് പിന്നെ പസിൽ സോൾവിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളറിയാതെ നമ്മളുടെ ബ്രെയിൻ അവിടെ ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളത് കൂടുതൽ ചെയ്യും തോറും നമ്മുടെ ബ്രെയിൻ അതിനകത്ത് ബെറ്റർ ആവും അത് ചെയ്യുന്നതിനകത്ത്. അപ്പം ബട്ട് ഈവൻ ദെൻ അതും അധികമായാൽ വിഷമായിരിക്കും, ബിക്കോസ് നമ്മൾ ടൈം ഒത്തിരി വേസ്റ്റ് ചെയ്യും, ഫെറ്റീഗ്, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കുറേ നേരം അവരുടെ തിരികുമ്പോൾ ഉണ്ടാവും. ശരീരം വളരാതെ വികസിക്കാതെ ബുദ്ധി മാത്രം വികസിച്ചാൽ വലിയ കുഴപ്പമാണെന്നാണ് ഗൗതം പറയുന്നത്. ജിജു അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ ബൗദ്ധികമായ ഒരു വികസനം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഈ കമ്പ്യൂട്ടർ ഗെയിംസ് അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസ് ഇത് പ്രയോജനപ്രദമായി തീരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടച്ചാ, വളരെയധികം ബെനിഫിഷ്യൽ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളിൽ ഗോൾ സെറ്റിംഗ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതിനകത്ത് പല ലെവൽസ് ഓരോ ഗെയിംസിന്റെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെവൽസിനെയും അച്ചീവ് ചെയ്യുക, അതിന് ഓരോ ഗോൾ സെറ്റിംഗ് പഠിക്കുക, ടൈം ബൗണ്ട് ഒരു ഫാക്ടർ, ഒരു ടു ബി ഇൻസൈഡ് എ ടൈം ലിമിറ്റ് ടു അച്ചീവ് എ ലെവൽ, ആ ഒരു കൺസെപ്റ്റ് പഠിക്കുക. അതുകൂടാതെ ഇപ്പം കണ്ടുവന്നിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഗൗതം അതിനെക്കൊണ്ട് ചിലപ്പം എൻ്റെ സെയിം വ്യൂ ഷെയർ ചെയ്യുമായിരിക്കും. MMO അല്ലെ മൾട്ടിപ്പിൾ പീപ്പിൾ ഓൺലൈൻ ടുഗെദർ ഓൺ MMO കൈൻഡ് ഓഫ് ഗെയിംസ്. അങ്ങനത്തെ ഗെയിംസ് ആയതിൻ്റെ കാരണം എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് മൈ ഫെലോ പ്ലെയർ. ഇപ്പോൾ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 പേരോ 6 പേരോ ഒരു ടീമായിട്ടായിരിക്കും കളിക്കുന്നത്. ടീം സ്പിരിറ്റ്, ഹൗ ടു വർക്ക് ആസ് എ ടീം, അത് പഠിക്കുകയാണ്. ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ദാറ്റ് ഐ ആം കമ്മിറ്റഡ് ടുവേർഡ്സ് ദിസ് ഗെയിം ആൻഡ് എൻ്റെ ടീം ജയിക്കണം, അതിനുവേണ്ടി എൻ്റെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെ ഞാൻ കൂട്ടും, അങ്ങനത്തെ ഒക്കെയുള്ള കുറെ പോസിറ്റീവ് ആസ്പെക്ട്സ് പഠിച്ചു വരും. ബൗദ്ധികമായ വളർച്ചയോടൊപ്പം തന്നെ ഒരു ഗോൾ സെറ്റിംഗ്, അച്ചീവ്മെന്റിന് വേണ്ടിയുള്ള ഒരു ദാഹം, ഇങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു. ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാമോ? ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. ഈ ഗെയിമൊക്കെ കളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ? സമയം കളയാം, അത്രേ ഉള്ളൂ. കാരണം ഒരു കുട്ടി ഗെയിം എത്രത്തോളം കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് കളിക്കുന്നു അത്രത്തോളം അവൻ്റെ ബുദ്ധി വികസിക്കുമെന്ന് പറയുന്നു. എന്താണ് ആ സമയം പുസ്തകം വാങ്ങിച്ചാലും അല്ലെങ്കിൽ അവൻ വെളിയിലിറങ്ങി കളിച്ചാലും മറ്റുള്ളവരോടുള്ള ഇൻട്രാക്ഷൻ, ഒരു സംഭാഷണം, അവൻ്റെ ബുദ്ധിയിലുണ്ടാകുന്ന വളർച്ചയുടെ അത്രയും പേരും ഒരു മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പ്രയോജനമില്ലെന്ന് പറഞ്ഞാൽ കൂടുതലും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഗോൾ സെറ്റ് ചെയ്യാം, പക്ഷെ അനങ്ങാതെ ഒരിടത്തിരുന്ന് കളിക്കുന്നവന്, കമ്പ്യൂട്ടറിന് മുന്നിൽ കളിക്കുന്നവൻ നാളെ ഇറങ്ങി ഓടണം എന്ന് പറഞ്ഞാൽ അവൻ ഓടുവോ? അത് ചെയ്യാൻ പ്രയോജനം ഇല്ലെങ്കിൽ ഒരു സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു കുട്ടി ക്രിക്കറ്റ് കളിക്കാൻ സാഹചര്യമില്ല, അവൻ വീട്ടിൽ ഇരുന്ന് ക്രിക്കറ്റ് കളിച്ചു, നാളെ അവന് ഇന്ത്യൻ ടീമിൽ കയറി കളിക്കണം, ഈ വീട്ടിൽ ഇരുന്ന് കമ്പ്യൂട്ടറെ കളിച്ചുകൊണ്ട് ഗെയിം കളിക്കാൻ നോക്കൂ. ഇനി ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇന്ത്യയും സിംബാബ്വേയും അല്ലെന്ന് വരിയില്ല ഓസ്ട്രേലിയയും തമ്മിലുള്ള ഗെയിമൊക്കെ ഇനിയും കമ്പ്യൂട്ടറിലായിരിക്കും ചിലപ്പോൾ നടത്തുന്നത്. അങ്ങനെ കാണാൻ ആൾ കാണത്തില്ല. കാണാൻ ഏത് വന്നാലും കാണാൻ ഇഷ്ടം പോലെ ആളുകൾ വരും അല്ലേ? ഓക്കെ, അത് നമുക്ക് നിങ്ങൾക്ക് ഈ ഗെയിം ഏതെങ്കിലും മൊബൈൽ ഗെയിമോ ഇതൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കട്ടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഫാമിലി ആയിട്ട് നമുക്ക് സംഭാഷണങ്ങളൊക്കെ കുറവായിരിക്കും. കുട്ടികൾ എപ്പോഴും മുറി അടച്ച് ഈ ഗെയിം കളി ആയിരിക്കും.
അപ്പം പുറത്തിപ്പോൾ ഒരു ഗസ്റ്റ് വന്നാലും അവരോട് മിണ്ടാനോ സംസാരിക്കാനോ അവരെ അപമാനിക്കുന്ന തുല്യമാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചെയ്യുന്നത്. ഈ ഗെയിം കമ്പ്യൂട്ടറിലോ മൊബൈലോ കളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ കുറേ സമയം പോയി കിട്ടും. അങ്ങനെ ഒരു ഗുണമാണ്. പിന്നെ ഞങ്ങൾക്ക് മറ്റു പലതും അതുകൊണ്ട് നഷ്ടമാകുന്നു എന്നൊക്കെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഗെയിം സത്യം പറഞ്ഞാൽ ഞാൻ കളിക്കുമ്പോൾ എനിക്ക് ഉപകാരപ്രദമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ രാത്രി ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം ഗെയിം കളിച്ചായിരുന്നു. ഒരു ഗെയിം കളിച്ചായിരുന്നു. കാരണം വെച്ചാൽ ഇന്ന് എനിക്ക് രാവിലെ പരീക്ഷയായിരുന്നു. പരീക്ഷയ്ക്ക് ഒരു 2-3 ഞാൻ പഠിക്കുന്ന ഒരു പാതിരാത്രി ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് ഉറക്കം എണീച്ചിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്. കുറച്ചിരുന്ന് പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും, കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അപ്പോൾ ഒരു കോൺസെൻട്രേഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ കുറച്ചേരം ഗെയിം കളിക്കാറുണ്ട്. ഉറക്കം വരാതിരിക്കാൻ കോൺസെൻട്രേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഗെയിം കളിക്കാറുണ്ട്. ഞാനൊരു 6 മണി 7 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങാറുണ്ട്. രാവിലെ 6 മണിക്കാണ് കിടന്നുറങ്ങും? അല്ല, ഒരു വൈകുന്നേരം 6 മണി 7 മണിയാകുമ്പോൾ കയറി കിടന്നുറങ്ങും. ഒരു 2 മണിയാകുമ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ എൻ്റെ പാറ്റേൺ എനിക്കിങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ ഉറക്കം വരാതിരിക്കാൻ ഞാൻ ജസ്റ്റ് 2 മണിക്കൊക്കെ എണീച്ചിരുന്ന് ഈ ഗെയിം കളിച്ചാൽ നമുക്ക് ഉറക്കം വരത്തില്ല. ഗെയിം കളിക്കുന്നതിനല്ല, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ പോവുകയാണെങ്കിൽ ഞാൻ ഇന്നലെ ഒരു അരമണിക്കൂറോളം ഗെയിം കളിച്ചായിരുന്നു. മൊബൈലിൽ ഗെയിം കളിച്ചായിരുന്നു. കാരണം എനിക്ക് പാരാത്രിക്ക് ഇറങ്ങി എടുത്തും പോകാൻ പറ്റില്ല. ഞാൻ സാധാരണയായിട്ട് പുറത്തോട്ട് പോകുന്നതാണ്. ഞാൻ ഒരു അത്ലറ്റാണ്. സ്റ്റേറ്റും മറ്റു കാര്യങ്ങളിലൊക്കെ പോയിട്ടുമുണ്ട്. പക്ഷേ പാതിരാത്രിക്ക് മറ്റൊരു ഗ്രൗണ്ട് ഒന്നും സമീപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നലെ ഉപകാരപ്രദമായത് മൊബൈലാണ്. അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞാൽ അധികമാവാണ്ട് നമ്മൾ നോക്കിയാൽ മതി. ഇതൊരു അളവിന് ഉപയോഗിച്ചാൽ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കും, എനിക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കിട്ടും. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് നല്ലത് മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് മോശമാകുമ്പോൾ അതിര് കിടക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം. ഞാനത് അതിൻ്റെ അതിര് മനസ്സിലാക്കി ഉപയോഗിക്കുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ അതിര് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ നല്ലത്. ഈ ഗ്രൗണ്ടിൽ പറയുന്ന ഗെയിമുകളും അവർ വെളുപ്പിന് ഒരു 6 മണിക്ക് ഇറങ്ങിപ്പോയി വൈകുന്നേരം 6 മണിക്ക് തിരിച്ചു കയറുന്നാൽ അത് ശരീരത്തിന് നല്ലതായിരിക്കും. പക്ഷെ എപ്പോഴും നല്ലതാവണമെന്നില്ല. അങ്ങനെയുണ്ട്. മൊബൈലിനെ പോലെ തന്നെ എന്ന് പറഞ്ഞതുപോലെ മൊബൈൽ ഗെയിമും കമ്പ്യൂട്ടർ ഗെയിമും ഒക്കെ ഒരു പരിധി വരെ ഗുണകരമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. യെസ്, പറഞ്ഞാട്ടെ. ഇദ്ദേഹം പറഞ്ഞു ഉറക്കം വരാതിരിക്കാനും കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും കമ്പ്യൂട്ടർ ഗെയിമുകൾ ഏറെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉറക്കം വരാതിരിക്കുന്നത് കുറച്ച് മിനിറ്റുകൾ മാത്രം സൈബർ ഗെയിം ഉപയോഗിച്ചാലും നമ്മുടെ കാഴ്ചയുടെ ഏരിയ വെച്ച് നോക്കുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഏരിയ കുറവാണ്. അതിലെ വെളിച്ചത്തിലേക്ക് അതിൽ തെളിയുന്ന അക്ഷരങ്ങളിലേക്കും ചിത്രങ്ങളിലേക്കും നോക്കുമ്പോൾ നമ്മൾ കണ്ണിനും അതുപോലെ തന്നെ തലച്ചോറിനും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുകയും രക്തക്കുഴലുകളെ അത് ബാധിക്കുകയും ചെയ്യും. കൂടുതൽ ഇൻസോമിനിയ, ഉറക്കമില്ലാത്ത അസുഖങ്ങളിലേക്ക് വരെ വേണമെങ്കിൽ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ദോഷങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ദോഷങ്ങളുടെ വശങ്ങളിലേക്ക് വരാം. ആദ്യം ഇതിന്റെ ഗുണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ടാട്ടെ. യെസ്, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇതിൽ നിന്ന് വലിയ ഗുണങ്ങൾ കാണുന്നില്ല എന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ സ്റ്റെപ്പായിട്ടാണ് കളിച്ചു പോകുന്നത്. തലച്ചോറിൽ പലതരം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. എന്നാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് പെട്ടെന്നൊരു മാറ്റം, അതായത് നമ്മളിപ്പം പനി വന്നു, പെട്ടെന്ന് ഒരു പാരസെറ്റമോൾ കഴിച്ചു, പനി പെട്ടെന്ന് മാറി, അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടുന്നില്ലെങ്കിലും നമ്മുടെ കോൺസെൻട്രേഷൻ പടിപടിയായി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ പലതരം കാര്യങ്ങളിലും ഇപ്പം പ്രോബ്ലം സോൾവിംഗ് സ്കില്ലാണെങ്കിൽ തന്നെ പസിൽസ് സോൾവ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ചിന്തിച്ച ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അത് ഗെയിം കളിച്ചുകൊണ്ട് മാത്രം പോരാ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻസും ഈ ഗെയിമിൽ നിന്ന് കിട്ടുന്ന ആസ്പെക്ട്സും കൂടെ ഇന്ററാക്ട് ചെയ്ത് സമന്വയിപ്പിച്ച് അതിനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു വേ നമുക്ക് തുറന്നു കിട്ടും. ഓക്കെ ടീച്ചറെ, ഈ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഈ വിദ്യാർത്ഥികൾ രാത്രിയിൽ ഇരുന്ന് ഗെയിമും ഒക്കെ കളിച്ചേച്ച് വരുന്നത് കൊണ്ട് അവരുടെ പഠനത്തിലോ അങ്ങനെ മറ്റു എല്ലാ ഗുണങ്ങളോ ദോഷങ്ങളോ എന്തെങ്കിലും അവരെ സ്വാധീനിക്കുന്നതായിട്ട് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഞാൻ കുട്ടികളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒഴിവ് സമയങ്ങൾ എന്താ ചെയ്യുന്നത്. അപ്പം ഞങ്ങള് കൂടുതൽ അധ്യാപകരായോണ്ട് ഞങ്ങൾക്ക് ഇവര് വായിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നത് കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു റെസ്പോൺസ് ആരുടെ ഭാഗത്തുനിന്നും വന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ കൂടുതൽ നിങ്ങൾ എന്താണ്, അപ്പൊ ഞങ്ങള് കമ്പ്യൂട്ടർ ഉപയോഗിക്കും, നെറ്റ് ഉപയോഗിക്കുമ്പം ഗെയിമിനെ കൂടുതൽ ഇവര് വാട്സാപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രവണതയാണ് ഇവരിൽ കാണുന്നത്. ഇവര് പറയുന്നത് ഇവരുടെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ക്ലാസ്സിൽ നമ്മൾ 20 മിനിറ്റ് കഴിയുമ്പോൾ കുട്ടികൾ പറയും മതി, ഇനി മതി, ശ്രദ്ധിക്കാൻ വയ്യ, ഇന്നത്തേക്ക് ഇത്രയും മതി, ഞങ്ങൾക്ക് ഉറക്കം വരുന്നു എന്നാണ് കുട്ടികൾ കൂടുതലും പറയുന്നത്. അപ്പം
ക്ലാസ്സിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും സമയം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾ പലപ്പോഴും കാണുന്നത്. കുട്ടികൾക്ക് അവർ പെട്ടെന്ന് റെസ്റ്റ്ലെസ് ആവണം. അവരുടെ കുറച്ച് നേരമേ അവർക്ക് ആ പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അവരൊരു നമ്മൾ സാധാരണ രീതിയിൽ പറയും ഏതൊരാൾക്കും ഒരു മണിക്കൂർ ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരു 40 minutes അതിൽ കൂടുതൽ കുട്ടികൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത് അവർക്ക് ആ 40 minutes പോലും ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ക്ലാസ്സുകളിൽ കാണാൻ കഴിയും. അപ്പൊ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ ക്ലാസ്സിൽ കുറയുന്നതിന്റെ ഒരു കാരണം ഒരു പക്ഷെങ്കിൽ ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഗെയിമോ കമ്പ്യൂട്ടർ ഗെയിമോ ആകാം എന്നൊരു നിഗമനമാ ടീച്ചർ നടത്തിയത്. അതാകണമെന്നൊന്നുമില്ല. പക്ഷെ ഇവർ എത്ര സമയം അതിൽ കളിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൂടുതൽ സമയം കളിക്കുന്നോണ്ടാവാം അവർക്ക് ക്ലാസ്സിൽ വരുമ്പോൾ ക്ലാസ്സിൽ അതിനുള്ള ശ്രദ്ധ തരാൻ പറ്റാത്തത്. അതെ, നമ്മൾ ഈ ഗെയിമിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെയാണ് ആദ്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗതമേ, ഈ മുമ്പേ പറഞ്ഞത് കൂടാതെ ഇതിന് വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ ഈ ഗെയിമിന്? ഇതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? സ്റ്റുഡൻസിൽ ഒരാൾ പറഞ്ഞ പോലെ ക്രിക്കറ്റ് പോയി കളിച്ച ഒരാൾ ഭാവിയിൽ ഇന്ത്യൻ ടീമിൽ എത്തിച്ചെല്ലാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഗെയിം കളിച്ചുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നല്ല. ദർ ഇസ് ഇ സ്പോർട്സ് റൈറ്റ് നൗ. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ പോലെ ഓൺലൈൻ ഗെയിം ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചത് കോളേജുകളിൽ ടൂർണമെൻറ്റ്സ് വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു ടീം ഇഫ് ദ സ്റ്റിക്ക് ടുഗദർ അവർ ഇന്ത്യൻ നാഷണൽ ലെവലിൽ പോയി കളിക്കും, വേൾഡ് ലെവലിൽ പോകും. എൻ്റെ കുറച്ച് പേഴ്സണൽ ഫ്രണ്ട്സ് സ്വീഡനിൽ പോയിട്ട് ഓൾ ഓവർ ദ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിച്ചായിരുന്നു. ബട്ട് അവർ അത്ര ട്രെയിനിങ് ഒന്നും ഇല്ലായിരുന്നു. സോ ദേ കെയിം ബാക്ക്. ബട്ട് ആ സംഭവത്തിനകത്ത് ജയിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് ഇന്ത്യൻ ടീമിന് കിട്ടുന്ന പോലത്തെ എമൗണ്ട് ഓഫ് മണിയാണ്. ഓക്കെ, അമേരിക്കയിലെ NHL എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ ഇതുണ്ട്. അതായിരുന്നു ഏറ്റവും മോസ്റ്റ് വ്യൂവ്ഡ് തിങ് ഇൻ ഹിസ്റ്ററി ഇതുവരെ. ലാസ്റ്റ് ഇയർ ഒരു ഇ സ്പോർട്ട് ഇവൻ്റ് അതിൻ്റെ വ്യൂവർഷിപ്പ് അതിനെ കടന്നു. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് 10 പേര് ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്ന. സോ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈവൻ ദാറ്റ് ഈസ് എൻ്റർടൈനിങ്. ഗെയിം കളിക്കുന്നത് കാണാൻ ആൾക്കാരുണ്ട്. പിന്നെ ഇതല്ലാതെ വേറെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ഗെയിം ടെസ്റ്റേഴ്സ് ഉണ്ട്, ഗെയിം ഡെവലപ്പേഴ്സ് ഉണ്ട്. ഞാൻ കൊച്ചിലെ തൊട്ട് ഗെയിം കളിച്ചു വന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഗെയിം കളിക്കും. അല്ലാതെ ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി എല്ലാം എനിക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോഴോ അല്ല മഴ പെയ്യുമ്പോഴോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അപ്പോൾ ഗെയിംസ് കളിച്ചു. ഗെയിംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചെറിയതായിട്ട് ഞാൻ അതിനകത്തുനിന്ന് പഠിച്ചെടുത്തു. ഗെയിമിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഗെയിം കമ്പനി നടത്തുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നോക്കിക്കഴിയുമ്പം ആർട്ടിസ്റ്റിക് വ്യൂസ്, ഇപ്പം എനിക്ക് മായൻ സിവിലൈസേഷനെ പറ്റി ഒന്നും അറിയത്തില്ല. ഓക്കെ, ഞാൻ ഹിസ്റ്ററി ക്ലാസ് ശ്രദ്ധിച്ചേയില്ല. പക്ഷേ ടോം റൈഡർ എന്ന് പറഞ്ഞ ഒരു ഗെയിമിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ആ ആർട്ട് വർക്ക് നമുക്ക് 3D ആയിട്ട് പോയി കണ്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റാത്ത റിയൽ ലൈഫ് കാണാൻ പറ്റാത്ത മരിച്ചു പോയ ക്രിയേറ്റിവിറ്റികൾ ഉണ്ടാകാനായിട്ട് ഇറ്റ് മേക്സ് യു തിങ്ക്. മൂവി കാണുന്നത് ഓൾസോ ഇസ് എ വെരി ബിഗ് വേസ്റ്റ് ഓഫ് ടൈം. അദ്ദേഹം പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ മോഹൻലാലും മമ്മൂട്ടി എല്ലാം ആടി ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇറ്റ്സ് എൻ്റർടൈൻമെൻറ്റ്, റൈറ്റ്? അതുപോലെ തന്നെ ഗെയിം ഈസ് ഓൾസോ എൻ്റർടൈൻമെൻറ്റ് ബേസിക്കലി. പിന്നെ ആൻഡ് ഓൾ ദീസ് ബെനിഫിറ്റ്സ് നമ്മളെ കൂടുതൽ ചിന്തിക്കാൻ സഹായിക്കും. ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈൽ ഗെയിംസ്, കമ്പ്യൂട്ടർ ഗെയിംസ് ഇതിലേക്കൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്ന ഒരു രീതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്നത് എന്നുള്ളത് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ കാര്യം. പലപ്പോഴും പ്രത്യേകിച്ച് പട്ടണങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാൻ ആവശ്യമായ ഈ ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ ഫീൽഡ്, കളിസ്ഥലങ്ങൾ ഇതൊക്കെ ഇല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ പിന്നെ എവിടെ കളിക്കും? ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കളിക്കാനായിട്ട് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നീട് അങ്ങനെയുള്ളവർ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കളിക്കാനായിട്ട് കൂടുതൽ പ്രവണത കാണിക്കും. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇന്ന് ഇതുപോലെയുള്ള ഗെയിമിലേക്ക് തിരിയുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ചില ഗുണങ്ങളൊക്കെ ഈ ഗെയിമുകൾക്കകത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഗെയിമുകളൊക്കെ എങ്ങനെ ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കുന്നു. ഗുണത്തേക്കാൾ ഉപരിയാണോ ഇതിൻ്റെ ദോഷം? അങ്ങനെയാണെന്ന് വരികിൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ ബാധിക്കുന്നു, അവരുടെ പഠനത്തെ എങ്ങനെ ബാധിക്കുന്നു, അവരുടെ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. ഏത് കാര്യത്തിൽ ഗുണമുള്ളതുപോലെ തന്നെ അതിനകത്ത് ദോഷങ്ങളുമുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കിയെങ്കിലേ ഇതിലേതാണ് കൂടുതലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള അവബോധം
നമുക്കുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാകുന്നു എന്നുള്ളത് കൂടുതലായിട്ട് തുടർന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബൗദ്ധിക തലങ്ങളിൽ ഒരു വളർച്ച ഉണ്ടാകുവാൻ ഇതുപോലെയുള്ള ഗെയിമുകൾ ഒരു പരിധി വരെ സഹായിക്കും. ശരിയാണ്, ഗെയിം പലപ്പോഴും കോൺസെൻട്രേഷൻ നൽകാറുണ്ട്, പക്ഷെ ഒരു എക്സ്റ്റെൻഡ് വരെ അത് കാണത്തുള്ളൂ. ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ അതിനകത്തുനിന്ന് ഒളിച്ചോടാൻ ഒരു മാർഗമായിട്ട് പലരും ഗെയിംസിലോട്ട് വരാറുണ്ട്. റിയൽ ലൈഫിൽ ഒരു സ്ട്രക്ചേർഡ് ലൈഫ് സ്റ്റൈൽ ഇല്ലാത്തതിന്റെ കാരണം വരുന്ന ഏറ്റവും വലിയ കുഴപ്പമാണ് സമയം കൊല്ലി. 100 പേര് ഗെയിംസ് കളിച്ചാൽ അതിൽ 20 പേര് മാത്രമേ ഏകദേശം അഡിക്റ്റഡ് ആകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.